34 വർഷത്തെ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിച്ചാണ് 15 വർഷങ്ങൾക്ക് മുൻപ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ അധികാരമേൽക്കുന്നത്. പിന്നാലെ തുടർച്ചയായി 3 തവണ വിജയം. എന്നാൽ ഇത്തവണ ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് മുന്നിൽ ടിഎംസിക്ക് പിഴച്ചു. സ്വാതന്ത്ര്യാനന്തരം ആദ്യമായി ബംഗാൾ ബിജെപി ഭരണം പിടിച്ചു. 294 സീറ്റിൽ 200 ജയിച്ച് ചരിത്രമെഴുതിയാണ് ബിജെപി ഭരണം തിരിച്ചെടുത്തത്. ബംഗാളിലെ വനിതാ വോട്ടർമാരായിരുന്നു കഴിഞ്ഞ 3 തവണയും ടിഎംസിയുടെ നട്ടെല്ല. സ്ത്രീകളെ ലക്ഷ്യം വെച്ച് നിരവധി ക്ഷേമ പദ്ധതികൾ ടിഎംസി അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണ അതേ നാണയത്തിലായിരുന്നു ബിജെപിയും മറുപടി നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീ കേന്ദ്രീകൃത പദ്ധതികളും വാഗ്ദാനങ്ങളുമായിരുന്നു ബിജെപിക്ക് മുതൽക്കൂട്ട്. മാത്രമല്ല, തൃണമൂൽ ഭരണകാലത്ത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളും ബിജെപി മമതയ്ക്കെതിരായി ഉപയോഗിച്ചു. 2012 പാർക്ക് സ്ട്രീറ്റ് ബലാത്സംഗ കേസിനെ കുറിച്ചുള്ള മമതയുടെ പരാമർശങ്ങൾ വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധത്തിനും കാരണമായി. അടുത്തിടെയുണ്ടായ ആർജിക്കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലയും ടിഎംസിക്കെതിരായ ആയുധമാക്കി ബിജെപി മാറ്റി. ഇരയുടെ അമ്മയ്ക്ക് പാനിഹട്ടിയിൽ ബിജെപി സീറ്റ് നൽകുകയും ചെയ്തു. അതേസമയം ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബംഗാളിൽ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് ആവർത്തിച്ചായിരുന്നു ഇവയെല്ലാം ടിഎംസി പ്രതിരോധിച്ചത്. മുൻ മന്ത്രി പാർത്ഥ ചാറ്റർജി ഉൾപ്പെടെയുള്ള പ്രധാന തൃണമൂൽ നേതാക്കൾക്കെതിരെയുണ്ടായ അഴിമതി ആരോപണങ്ങളും തിരഞ്ഞെടുപ്പിൽ വില്ലനായി. എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് മമത ആവർത്തിച്ചു പറഞ്ഞത്. മറ്റൊന്ന് SIR ആയിരുന്നു. ഇത് തൃണമൂലിന്റെ വോട്ട് ബാങ്കുകളെ ലക്ഷ്യമിട്ടാണെന്ന് ആദ്യം മുതലേ ആരോപണമുണ്ടായി. വോട്ടർ പട്ടികയിൽ നിന്നും 90 ലക്ഷം പേരാണ് പുറത്തുപോയത്. 60 ലക്ഷത്തിലധികം പേരെ മരിച്ചവരെന്ന കണക്കിലാണ് ഉൾപ്പെടുത്തിയത്. 27 ലക്ഷം പേരുടെ വോട്ടവകാശം ട്രൈബ്യൂണൽ പരിഗണനയിലാണ്. വോട്ടവകാശം നഷ്ടമായവരിൽ ഏകദേശം 65% മുസ്ലിം വിഭാഗക്കാരാണ്. മധുവ സമുദായത്തിൽ നിന്നുള്ള ദളിതരും സ്ത്രീകളുമാണ് പുറത്തായവരിൽ കൂടുതലും. എന്നാൽ മണ്ഡലങ്ങളുടെ സ്വഭാവമനുസരിച്ച് ഇവരെ തന്ത്രപൂർവ്വം നീക്കിയെന്നാണ് തൃണമൂലിന്റെ ആരോപണം. ബിജെപിയുടെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നുവെന്നും പട്ടികയിൽ നിന്ന് സത്യസന്ധരായ വോട്ടർമാരുടെ പേരുകൾ വെട്ടിക്കളയുകയാണെന്നും മമതാ ബാനർജിയും ടിഎംസിയും ആരോപിച്ചു. SIRനെതിരെ റാലികളും പ്രതിഷേധങ്ങളും നടത്തി. ചുരുക്കി പറഞ്ഞാൽ ബംഗാളിലെ മത്സരചിത്രം തൃണമൂൽ കോൺഗ്രസും ബിജെപിയും എന്നല്ലായിരുന്നു, മറിച്ച് കേന്ദ്രവും ബംഗാൾ സർക്കാരും തമ്മിലായിരുന്നു എന്ന് പറയാം. ആ പോരാട്ടത്തിലാണ് മമതയുടെ ടിഎംസി തളരുന്നത്. സംസ്ഥാനം അഴിമതി ആരോപണങ്ങളുടെ കൂത്തരങ്ങായത് തൃണമൂൽ കോൺഗ്രസിന്റെ പതനത്തിനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളാണ് അഴിമതിയുടെ നിഴലിൽ നിന്നത്. ശാരദ, റോസ് വാലി കമ്പനികളുടെ പേരിലുള്ള അഴിമതി ആരോപണങ്ങൾ സംസ്ഥാനത്ത് വലിയ ചർച്ചയായി. സർക്കാർ സ്കൂൾ അധ്യാപകരുടെയും തദ്ദേശ സ്ഥാപന ജീവനക്കാരുടെയും റിക്രൂട്ട്മെന്റിൽ നടന്ന അഴിമതി ആരോപണങ്ങൾ അടക്കം പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. മമതയുടെ അടുത്ത അനുയായി പാർത്ഥ ചാറ്റർജിയുടെ വസതിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്തതും പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു.